നമസ്കാരം, ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. കൊട്ടിക്കലാശത്തിന്റെ ആവേശത്തിൽ നിലമ്പൂർ മണ്ഡലം തിരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള പരസ്യ പ്രചാരണത്തിന്റെ അവസാന മണിക്കൂറുകളിൽ റോഡ് ഷോയുമായി സ്ഥാനാർത്ഥികൾ നിലമ്പൂരിൽ പ്രചാരണം കൊഴുപ്പിക്കുകയാണ്. 19-ന് നിലമ്പൂരിൽ ഉപതിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പരസ്യ പ്രചാരണവുമായി നേതാക്കൾ ആവേശത്തിലാണ്. 2 ആഴ്ചയോളം നീണ്ടുനിന്ന വാശിയേറിയ പ്രചാരണത്തിനൊടുവിലാണ് നിലമ്പൂരിൽ കൊട്ടിക്കലാശം നടന്നത്. കൊട്ടിക്കലാശത്തിന് മുന്നോടിയായുള്ള റോഡ് ഷോയിലും സ്ഥാനാർത്ഥികളുടെയും പ്രവർത്തകരുടെയും ആവേശം വാനോളമായിരുന്നു. അവസാനഘട്ട പ്രചാരണവുമായി PV അൻവറും സജീവമായുണ്ട്. സ്ഥാനാർത്ഥികളും നേതാക്കളും പ്രവർത്തകരും 4 മണിയോടെയാണ് കൊട്ടിക്കലാശ കേന്ദ്രത്തിലേക്ക് എത്തിയത്. 6 മണിവരെയായിരുന്നു പരസ്യ പ്രചാരണത്തിന് അനുമതി. പരമാവധി വോട്ടർമാരെ നേരിട്ട് കാണാനുള്ള ശ്രമത്തിലായിരുന്നു സ്ഥാനാർത്ഥികളും. ഇന്ന് പരസ്യ പ്രചാരണത്തിന് തിരശ്ശീല വീഴും. നിയമവിരുദ്ധമായ സംഘം ചേരൽ, പൊതുയോഗങ്ങൾ സംഘടിപ്പിക്കൽ, മൈക്ക് അനൗൺസ്മെന്റ്, ഇലക്ട്രോണിക് മാധ്യമങ്ങളിലൂടെയുള്ള പ്രദർശനം, സംഗീത പരിപാടികളോ മറ്റു വിനോദ പരിപാടികളോ സംഘടിപ്പിച്ച് പ്രചാരണം നടത്തൽ തുടങ്ങിയവയ്ക്ക് മണ്ഡലത്തിൽ വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. രാഷ്ട്രീയ കേരളം ഒന്നായി തമ്പടിച്ച് നടത്തിയ അതിതീവ്ര പ്രചാരണത്തിനാണ് നിലമ്പൂരിലെ ജനങ്ങൾ ഇന്ന് സാക്ഷ്യം വഹിച്ചത്. ചാനൽ 10 നിലമ്പൂർ. അൽ സലാമ ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ 20ാം വർഷത്തിലേക്ക് 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, തിമിര ശസ്ത്രക്രിയ, ഗ്ലൂക്കോമ, റെറ്റിന വിഭാഗം, കോർണിയ, ലേസർ ചികിത്സാ വിഭാഗം, കോൺടാക്ട് ലെൻസ് ക്ലിനിക്, ഓപ്റ്റിക്കൽ, ഫാർമസി, ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽ സലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.